ഒരു പാവപ്പെട്ട ആളെയും അയാൾ പാവമാണ് എന്നതുകൊണ്ട് നിന്ദിച്ചാൽ നമ്മുടെ ഖൽബ് കേടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില്ലറ കാര്യമൊന്നും അള്ളാഹിനോട് ചോദിക്കില്ല. വളരെ ലോക്കലായ ചീപ്പായ കാര്യം അള്ളാഹിനോട് ചോദിക്കുമോ? ഇല്ല. അതുകൊണ്ടല്ലേ ദുനിയാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാറില്ല. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ്. ഒരാൾ സമ്പന്നനായി എന്നുള്ളത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ? അല്ല. വളരെ പാവപ്പെട്ട നബിമാരുണ്ട്, വളരെ പാവപ്പെട്ട സ്വഹാബിമാരുണ്ട്, വളരെ പാവപ്പെട്ട സൂഫിയാക്കളുണ്ട്, വളരെ പാവപ്പെട്ട ഔലിയാക്കളുണ്ട്. തിന്നാനില്ലാത്തതിന്റെ പേരിൽ മരണപ്പെട്ടു പോയ മഹാന്മാരില്ലേ? ഇല്ലേ? പണക്കാരായ നബിമാരുണ്ട്, പണക്കാരായ സ്വഹാബിമാരുണ്ട്. സമ്പത്തുണ്ട് ഇല്ല എന്നുള്ളതൊന്നും അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ? അല്ല. അല്ല, ഒരിക്കലും നമ്മളങ്ങനെ വിചാരിക്കാൻ പാടില്ല. അത് അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി തരികയാണ്. എന്താണ് നീ ചെയ്യുന്നതെന്ന് നോക്കാൻ അള്ളാഹു പണം നമുക്ക് നൽകും, അള്ളാഹു നമുക്ക് ഇൽമ നൽകും, അള്ളാഹു നമുക്ക് മറ്റു കഴിവുകൾ, സ്കില്ലുകൾ നൽകും. എന്തിനെ? അയ്യുക്കും അഹ്സനു അമല. നീ അത് ഉപയോഗിച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണാലോ. അതിനുവേണ്ടിയാണ് അള്ളാഹു ഇതെല്ലാം നൽകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം.